മാനസത്തിന് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവും രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ രാജ്യം മുഴുവനായും അദ്ദേഹത്തെ സ്മരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി പണ്ഡിറ്റ് നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികളും അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ അതിരറ്റ സ്നേഹം കാരണം എല്ലാ വർഷവും നവംബർ 14, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്നും അതുപോലൊരു ശിശുദിനം ആഘോഷിക്കാൻ നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പണ്ഡിറ്റ് നെഹ്റു പറയുമായിരുന്നു, ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കും. കുട്ടികളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി എന്ന്. അതിനാൽ അവരുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. നാം കുട്ടികളെ എത്ര നന്നായി പരിപാലിക്കുന്നുവോ അത്രത്തോളം മെച്ചപ്പെടും നമ്മുടെ രാഷ്ട്ര നിർമ്മാണം എന്ന്. അത് സത്യമാണ്. ഓരോ ശിശുദിനാഘോഷവും സംഘടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ കുട്ടികളുടെ പ്രാധാന്യം എടുത്തു പറയുവാൻ വേണ്ടി തന്നെയാണ്. കുട്ടികൾ രാജ്യത്തിൻ്റെ വിലപ്പെട്ട സമ്പത്തും ഭാവിയുടെ നാളെയുടെയും പ്രതീക്ഷയുമാണെന്ന്. അതിനാൽ അവർക്ക് ശരിയായ പരിചരണവും സ്നേഹവും ലഭിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം കുട്ടികളുടെ വികസനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും പല കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഓരോ കുട്ടിക്കും അവരുടെ മൗലികമായ ബാലാവകാശങ്ങൾ ലഭിക്കുന്നത് വരെ ശിശുദിനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി അർത്ഥവത്താകത്തില്ല. ബാലപീഡനവും ബാലവേലയും പൂർണ്ണമായും ഇല്ലാതാക്കണം. സാമ്പത്തിക കാരണങ്ങളാൽ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം മുടങ്ങരുത്. ശിശുക്ഷേമത്തിനായി നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും പ്രയോജനം കുട്ടികളിലെത്തണം. ശിശുദിനത്തോടനുബന്ധിച്ച് ബാലാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ നാം എല്ലാവരും ഒത്തുചേരണം. ഇതുകൂടാതെ ചാച്ചാ നെഹ്റുവിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞയെടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ചിന്താഗതിയും നിർഭയമായ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ വികസിപ്പിക്കുകയും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും ശക്തമായ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. പൗരത്വം രാജ്യസേവനയിലാണെന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അജ്ഞാത എപ്പോഴും മാറ്റത്തെ ഭയപ്പെടുന്നു. നമ്മുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറക്കുമ്പോൾ മാത്രമേ നമുക്ക് പരാജയമുണ്ടാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ശിശുദിനത്തിൽ ചാച്ചാ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. ജയ് ഭാരത് മാതാ, ജയ് ഹിന്ദ്.